ഭാഗ്യപരീക്ഷകളുടെ മത്സരവേദിക്ക് ഒരിക്കൽ കൂടി മിഴി തുറക്കുകയാണ്. സോ സിനിമ എന്ന ഇഷ്ടവിനോദം നമ്മുടെ ഭാഗ്യത്തിന് കൂടി വഴികാട്ടിയാകുമ്പോൾ ഇത് സ്ക്രാച്ച് എമ്മിൻ്റെ പുതുപുത്തൻ അധ്യായം. സോ ഇന്ന് ആരാണ് മത്സരവേദിയിൽ ഭാഗ്യം തേടി വരുന്നത് നമുക്ക് നോക്കാം. സോ സ്വാഗതം ചെയ്യാം അയന ആൻഡ് ആസിഫ. എൻ്റെ പേര് അയന, ഞാൻ വരുന്നത് ചേർത്തല പുത്തനങ്ങാടിയിൽ നിന്നാണ്. എൻ്റെ പേര് ആസിഫ, ഞാൻ ചേർത്തല പുത്തനങ്ങാടിയിൽ നിന്ന് വരുന്നു. എൻ്റെ പ്രൊഫഷൻ എഞ്ചിനീയറിംഗ് ആണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് GDS പെർഫ്യൂമറി അഗർബത്തീസിൻ്റെ ബ്രാൻഡിലാണ്. അങ്ങനെ ഒരു റപ്പും എഞ്ചിനീയറും ഒരുമിച്ച് ഒറ്റ ഫ്രെയിമിൽ വരികയാണ്. പക്ഷെ വന്നത് രണ്ട് വഴിക്കാണെങ്കിലും വരവിന്റെ ഉദ്ദേശം ഒന്നാണ്, മാക്സിമം അടിച്ചുകൊണ്ട് പോവാന്നുള്ളതാണ്. അടിച്ചുകൊണ്ട് പോലെ പോവും. ആ വിശ്വാസം വാക്കുകളിൽ മാത്രമല്ല ഉത്തരങ്ങളിലും ഗെയിമിലും ഒക്കെ കാണാൻ പറ്റട്ടെ. റെഡി? അപ്പൊ നമുക്ക് തുടങ്ങാം. യെസ് പ്ലീസ്. റെപ്പാണ്, എഞ്ചിനീയർ ആണ് അല്ലെ? രണ്ടും തിരക്കുള്ള മേഖലയിൽ പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. ഓക്കെ, ഒരു മേ ബി എനിക്കൊരു 9 to 5 ജോബ് എന്ന് പറയും ചെയ്യാം, പറയാതിരിക്കും ചെയ്യാം. കാരണം വെച്ചാൽ ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എങ്ങനെ പോകുന്നു ലൈഫ്? ട്രാവലിംഗ് ആണ് കൂടുതലും. ഇപ്പൊ വെയിലൊക്കെ അല്ലേ, കാരണം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിലേക്ക്. എഞ്ചിനീയർ പറയൂ, എങ്ങനെ പോകുന്നു? എനിക്ക് കൂടുതലും സൂപ്പർവൈസിംഗ് ആണ്, വെയിലാണ് മെയിൻ. വെയില് പ്രശ്നമാണല്ലോ അല്ലെ? മഴ പ്രശ്നമില്ല അപ്പൊ ട്രാവലിംഗിൽ? മഴയും വെയിലും ഒരുപോലെ പ്രശ്നമാണ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇതൊക്കെ അല്ലെ കടന്നു പോയേ പറ്റൂ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നു പോകുന്നില്ല. ഓരോ സീസണിൽ നമ്മൾ ഇതൊക്കെ കടന്നു പോകണം, എക്സ്പീരിയൻസ് ചെയ്യണം. മഴ വരുന്നതും വരാത്തതുപോലെ ഭാഗ്യനിർഭാഗ്യങ്ങൾ ഇന്ന് ഇവിടെ വരാൻ പോവാണ് സ്ക്രാച്ച് എമ്മിന്റെ വേദിയിലെ. അപ്പൊ അത് മാക്സിമം ഭാഗ്യമാക്കി മാറ്റുക എന്നുള്ളതാണ് നിങ്ങളുടെ കർത്തവ്യം. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളുടെ ഭാഗ്യനിർഭാഗ്യങ്ങൾ പരീക്ഷിക്കുന്ന 3 റൗണ്ടുകളിലൂടെ ആയിരിക്കും. ആ 3 റൗണ്ടുകളിൽ നിങ്ങൾ ഒരുമിച്ച് തന്നെ മത്സരിക്കുക. പക്ഷെ അതിന്റെ ശൈലികളും രീതികളൊക്കെ മാറ്റം വരും, സമയത്തിനും മാറ്റം വരും എന്നുള്ളതാണ്. അപ്പം ഫസ്റ്റ് റൗണ്ടിൽ 30 സെക്കൻഡ്സിലായിരിക്കും നിങ്ങൾ മത്സരിക്കേണ്ടത്. 2 ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ ഫേസ് ചെയ്യുക. ആൻഡ് സെക്കൻഡ് റൗണ്ടിലോട്ട് പോകുമ്പോൾ അത് 1 മിനിറ്റ് ആയിട്ട് അതിൻ്റെ അനുകൂലം ഉണ്ടായിരിക്കും സമയത്തിൻ്റെ. പക്ഷേ നിങ്ങൾക്കുള്ള ചോദ്യോത്തരങ്ങൾ നിങ്ങളിലൂടെ തന്നെ ആയിരിക്കും. ഓക്കെ, ആൻഡ് ഫൈനലി നമുക്ക് കുറച്ച് വരയിലൂടെയൊക്കെ കുറച്ചൊരു ഫൺ ട്രാക്കിലൂടെ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്തും. അവിടെ തലാട്ടിക്കൊണ്ടിരിക്കുന്നതിന് ഭയങ്കരമായിട്ട് ഇതൊക്കെ ഭയങ്കര ഈസി ആണെന്നുള്ള രീതിയിലേക്കാണ് അല്ലേ? കുഴപ്പമില്ല, ഒന്നും പ്രശ്നമില്ല. കാണാനുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ അല്ലേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് റൗണ്ടിൽ പോകേണ്ടതുണ്ട്, ചോദ്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷെ അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഭാഗ്യം മുറിഞ്ഞിരിക്കുന്ന കാർഡ് കൂടെ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഇത് ഭയങ്കര ഓർഡറിലാണല്ലോ. ഇത് സൂപ്പർവൈസിംഗ് പരിപാടി അല്ല, സൈറ്റിൽ നിൽക്കണ പോലെ ഫസ്റ്റ് റൗണ്ട് ആ പരിപാടി ഇല്ല. രണ്ടുപേരും ഒരുമിച്ചാണ് നിൽക്കണ്ടേ അല്ലേ? നമ്മൾ കുറച്ച് നേരത്തേക്ക് ആ പരിപാടി വിട്ടിട്ട് ഇവിടെ വരാം. നമുക്ക് എഞ്ചിനീയർ ആവണ്ട, സൂപ്പർവൈസർ ആവണ്ട. ഓക്കെ, സോ രണ്ടുപേരും വരുന്നത് ആലപ്പുഴയിൽ നിന്നാണ് അല്ലെ? ആലപ്പുഴ ചേർത്തല സ്വദേശികൾ കൂടിയാണ്. സോ ആലപ്പുഴയ്ക്ക് സ്വന്തമായിട്ട് നമുക്കൊരു നടനൊക്കെ ഉണ്ട് അല്ലെ? ഒന്നിലധികം നടന്മാരുണ്ട്. എന്നാൽ ആരൊരു ഫേവറേറ്റ് ആലപ്പുഴക്കാരൻ ആണല്ലേ? ഓക്കെ, പിന്നെ ആരൊക്കെയുള്ളേ? ആലപ്പുഴ എന്ന് പറയുമ്പോ ആക്ച്വലി ആദ്യം പറയുന്ന ഒരു ആളുണ്ടല്ലോ, ചോക്ലേറ്റ് ഹീറോ ഉണ്ടല്ലോ, എന്താ പറയാത്തെ? ഇവിടെ വരുന്ന ആലപ്പുഴയാണെന്നത് അറിയത്തോണ്ടാണത് പകരാണോ? അല്ല, കുഞ്ചാക്കോവൻ എനിക്ക് ഫേവറേറ്റ് ഉണ്ട്. കുഞ്ചാക്കോവനാണ്. എന്നിട്ട് വന്നത് 1.5 എപ്പിസോഡ് കഴിഞ്ഞിട്ടാണല്ലോ. ഓക്കെ, യെസ്. അപ്പൊ എന്തായാലും കാർഡ് കയ്യിലുണ്ട്, ചോദ്യങ്ങൾക്ക് പോകേണ്ടിയിരിക്കുന്നു. സോ ആലപ്പുഴയിൽ നിന്നാണ്, ചേർത്തലയിൽ നിന്നാണ്. ആലപ്പുഴ എന്ന് പറയുമ്പോൾ തന്നെ പകതും കുഞ്ചാക്കോച്ചനും പോലെ കുറേ അധികം ആർട്ടിസ്റ്റുകളുടെ മണ്ണാണ്. പക്ഷെ നിങ്ങൾക്കുള്ള ചോദ്യം ഇതൊന്നുമല്ല. ആൻഡ് ചാക്കോച്ചനെ ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അതിൽ റൊമാൻസ് വന്നിട്ടുണ്ട്, വില്ലൻ വന്നിട്ടുണ്ട്, സീരിയസ് വേഷങ്ങൾ വന്നിട്ടുണ്ട്, എല്ലാത്തരം വേഷങ്ങളോട് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് വെക്കേണ്ടത് നിങ്ങളുടെ ഉത്തരങ്ങൾ ചാക്കോച്ചന്റെ നായികമാരായിട്ട് വന്നിട്ടുള്ള 5 പേരാണ്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മിയ, മീര ജാസ്മിൻ, വാവ്, ഭാവന, യെസ്, നവ്യ നായരി, യെസ്. 4 വന്നു. ഭാവന. പകുതി സമയമായിട്ടുള്ളൂ. 2 ഭാവന, നമുക്ക് ഒരു ഭാവന മതി. കാവ്യമാധവൻ. റൈറ്റ് ആൻസർ. ഇത് തുടക്കം ഫാസ്റ്റ് ആയിട്ട് ഇവിടെ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ച സൂപ്പർവൈസിംഗ് പരിപാടികളുടെ പരിപാടിയാണ്, അവിടെ പണിയെടുപ്പിക്കാനുള്ള പരിപാടി മനസ്സിലായി. പക്ഷെ നേരിട്ടിട്ട് പണിയിലോട്ട് ഇറങ്ങി. അപ്പൊ കയ്യിൽ കാർഡുണ്ട്. സോ നമുക്ക് നോക്കണ്ടേ? റെഡി? എടുത്തോളൂ. സ്ക്രാച്ച് ചെയ്തിട്ട് എത്രയാണ് നമ്മൾ അക്കൗണ്ടിലോട്ട് തുടങ്ങി വെക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഏകദേശം തെളിഞ്ഞു വരുന്നുണ്ട്. ഞാൻ തുടക്കം എപ്പോഴും ഗംഭീരമാണ് നമ്മൾ ആഗ്രഹിക്കാറ്. ഇതിനേക്കാൾ മികച്ച ഒരു തുടക്കം കിട്ടുമോ എന്നുള്ളത് സംശയമാണ്. അത്രയും ഗംഭീരമായിട്ട് അല്ലെ? ആ മുഖത്ത് ഇതുവരെ ഇല്ലാത്ത ഹൈ വോൾട്ടേജ് ശരിക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
യെസ്. സോ ആദ്യ അവസരം ആൻഡ് ഫസ്റ്റ് ട്രയൽ എന്നെ കിട്ടിയിരിക്കുന്നത് 3000 രൂപയാണ്. 3000 തുടങ്ങിയിട്ടുണ്ട്. ഗംഭീരം. സൈലന്റ് ആയിട്ട് ഇരുന്ന് അടിച്ചപ്പോ മാക്സിമം അടിക്കാന്നുള്ളതാണ് അല്ലേ? തുടക്കമല്ലേ, നമ്മള് പതിയെ പതിയെ വരുവുള്ളൂ. പതിയെ ഇതാണ് പതിയെ. ഇത് നല്ല തുടക്കാണ് ആക്ച്വലി. ഇനി ഇവിടെ അങ്ങോട്ട് ഇതിന്റെ മേലേക്ക് പോകണം എന്നുള്ളത് മാത്രം. ഓക്കെ ഓക്കെ. അപ്പൊ കാർഡ് അവിടെ ഇരുന്നോട്ടെ. പലപ്പോഴും കിട്ടല് വാങ്ങലുണ്ട്, നേടൽ നഷ്ടപ്പെടുത്തലൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കൊന്ന് സ്ക്രാച്ച് ആൻഡ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇങ്ങനെ എമൗണ്ടിലോട്ട് തുടങ്ങിയവരെ എനിക്ക് ഉണ്ടാവുന്നത് ഭയങ്കര നിസ്സംശയമാണ്. ഇല്ല എന്ന് തന്നെ പറയാണ്ടിരിക്കുന്നത്. കാരണം 3000 തുടങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് അല്ലേ? ഇത് ശരിക്കും ഞാൻ സന്തോഷമുള്ള വാർത്തയെ പറയാണ്. ഒരു മുഖഭാവത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഇടുമോ? നന്നാവട്ടെ. കൊടുക്കാൻ നന്നാവണ്ടേ? ഇത് എമൗണ്ട് കിട്ടി കഴിഞ്ഞാൽ അവസാനം ഒരു ഓൾഗോൺ അടിച്ചെല്ലാം പോയാലോ? അങ്ങനെ പോയിട്ടില്ല, പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ രക്ഷിക്കട്ടെ. ആ വിശ്വാസത്തിലൂടെ പോട്ടെ. ഈ ചിരി ഈ എപ്പിസോഡിന്റെ അവസാനം തുടക്കത്തിൽ മുതൽ അവസാനം വരെ കാണാൻ പറ്റട്ടെ. റെഡി? അപ്പൊ അടുത്ത കാർഡ് വരണ്ടേ? അടുത്ത ചോദ്യം വേണ്ടേ? ഇത് കൂട്ടണ്ടേ? യെസ്. ആദ്യത്തിന്റെ ആയിക്കോട്ടെ അല്ലെ? ആ തുടക്കം ഗംഭീരമായതുകൊണ്ട് തുടക്കമുള്ള കാർഡ് തന്നെ എടുത്തു. ഓക്കെ. യെസ്. ആൻഡ് ഫാമിലി പൊതുവെ എങ്ങനെ? ഇപ്പൊ തിരക്കുകളൊക്കെ പറഞ്ഞു. വീട്ടിൽ ഫാമിലി ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നത്? ഫാമിലി എന്റെ ഹസ്ബൻഡ് എന്റെ സെയിം ഫീൽഡ് തന്നെയാണ്. അടിപൊളി. സെയിൽസ് ഓഫീസറാണ്. പിന്നെ മോളിപ്പോ 4th സ്റ്റാൻഡേർഡിലാണ്. ഒറ്റ ആളാണ്? ഒരു മോളേ ഉള്ളു. ഓക്കെ ഓക്കെ. ഇവിടെയോ? ബിസിനസ് ആണ് ഹസ്ബൻഡിന്. പിന്നെ 3 പിള്ളേരുണ്ട്. 3 പേരുണ്ട്. ഓക്കെ. അവരൊക്കെ ഒന്ന് 4th, ഒന്ന് 1st, ഒന്ന് കുഞ്ഞാണ്, 3.5 വയസ്സ്. കുഞ്ഞാണ്. അപ്പൊ ഇവിടെ വന്നപ്പോ എന്ത് ചെയ്തു? ആള് ഡീൽ ചെയ്തോളൂ? പാരന്റ്സ് ഉണ്ട് എന്നുള്ള രീതിക്ക്. അപ്പൊ എന്തായാലും കാർഡ് അവിടെ ഉണ്ട്. സ്വാഭാവികമായിട്ട് ഇതുപോലെ ചേച്ചിമാരും അനിയത്തിമാരും ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. അത് സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. സോ നിങ്ങൾക്കുള്ള രണ്ടാമത്തെ ചോദ്യം, മലയാള സിനിമയിലെ ചേട്ടൻ അനിയൻ കഥാപാത്രങ്ങളുടെ കഥ പറഞ്ഞു പോയിട്ടുള്ള 5 സിനിമകളാണ് പറയേണ്ടത്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വല്യേട്ടൻ. അടിപൊളി. വാഴ 2. കറക്റ്റ്. നല്ല ഉത്തരങ്ങൾ. തെങ്കാശിപട്ടണം ആക്ച്വലി അവര് ബ്രദേഴ്സ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഒരുമിച്ച് ചെയ്യണമെന്നുള്ളൂ, KDN കമ്പനി. പക്ഷെ അവരൊരു ചേട്ടനി എന്നുള്ള രീതിയിലേക്ക് അല്ല. ആ ട്രാക്ക് ആലോചിച്ച് കിട്ടും. ഇഷ്ടംപോലെ സിനിമകളുണ്ട്. പുലിമുരുകൻ. റൈറ്റ് ആൻസർ. 2 കൂടി വരാനിരിക്കുന്നു. സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ ബ്രദേഴ്സ്. റൈറ്റ് ആൻസർ. ഒരൊറ്റ ഉത്തരം കൂടി വരണം. ചേട്ടൻ അനിയന്മാരുടെ കഥ പറഞ്ഞു പോയിട്ടുള്ള ഒരൊറ്റ ഉത്തരം കൂടെ. കല്യാണം. റൈറ്റ് ആൻസർ. ഒരിക്കൽ കൂടി കാർഡ് സ്ക്രാച്ച് ചെയ്യാനുള്ള അവസരമുണ്ട്. 3000 കൂടുവോ നഷ്ടപ്പെടുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. റെഡി? അക്കങ്ങളാണ് കുറയ്ക്കാന്നുള്ള അല്ലാതെ റിസ്ക് ആവുന്നില്ല. മുകളിലോട്ട് വരച്ചോളൂ. എന്തായാലും അക്കങ്ങളല്ല എന്നുള്ളത് ഏകദേശം തെളിഞ്ഞിട്ടുണ്ട്. ഇനി അക്ഷരങ്ങളിലാണെങ്കിൽ ഭാഗ്യം നിർഭാഗ്യമുണ്ട്. അതെന്താണെന്നുകൂടെ നമുക്കറിയണം. അടിയിലൊരു ഗോൺ തെളിഞ്ഞിട്ടുണ്ട്. അത് ഹാഫ് ഗോൺ ആണോ ഫുൾ ഗോൺ ആണോ എന്നുള്ളത് നമുക്കറിയണം. ഫുൾ ഗോൺ ആണെങ്കിൽ കയ്യിലുള്ള 3000 നഷ്ടപ്പെടും. ഹാഫ് ഗോൺ ആണെങ്കിൽ പകുതി ആയിരിക്കും നഷ്ടപ്പെടുക. വിസിബിൾ ആണ്. അപ്പൊ അങ്ങനെ ഭാഗ്യത്തിന്റെ ആദ്യ അവസരത്തിന് ശേഷം രണ്ടാമത്തെ അവസരം നിർഭാഗ്യം. മുഴുവനായിട്ട് അങ്ങനെ വന്നിട്ടില്ല, കാരണം ഫുൾ ഗോൺ അല്ല, ഹാഫ് ഗോൺ ആണ്. പക്ഷെ നമുക്ക് കിട്ടിയ 3000 നിന്ന് പകുതി അങ്ങ് പോകും അല്ലെ? 1500 നഷ്ടാവും. പക്ഷെ എന്നാലും 1500 ഉണ്ട്. ഫസ്റ്റ് റൗണ്ട് കഴിയുന്നേന്നുള്ളൂ അല്ലെ? തീരെ ഡ്രാമാറ്റിക് അല്ല, എന്നാലും കൊള്ളാം. സ്വയം ആശ്വസിക്കാൻ നല്ലതാണ്. പക്ഷെ ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ് അല്ലെ? ഇതൊക്കെ ഇതിന്റെ ഭാഗം പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ആദ്യത്തെ അവസരത്തിൽ തന്നെ വലിയൊരു എമൗണ്ട് കിട്ടുന്നു. മുഴുവൻ നഷ്ടപ്പെട്ടിട്ടില്ല. ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ ഇനിയും 4 അവസരങ്ങൾ കാത്തിരിക്കുന്നു. 4 കാർഡുകളിലൂടെ ഇതിൽ വലിയ എമൗണ്ട് നിങ്ങളെ തേടി വരാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതേപോലെ തന്നെ പോകണം. അതിന് ഉത്തരങ്ങൾ ശരിയാവുന്നു. കാർഡിൽ മാത്രമാണ് നമ്മുടെ ഭാഗ്യം തെളിയാത്തത്. കാർഡിൽ കൂടി ഭാഗ്യം തെളിയട്ടെ. അങ്ങനെ ഭാഗ്യ നിർഭാഗ്യങ്ങളൊക്കെ രണ്ടും ആദ്യത്തെ റൗണ്ടിൽ തന്നെ കാണാൻ പറ്റിയതിന്റെ വലിയ സന്തോഷമുണ്ട് അല്ലെ? യെസ്. അപ്പൊ അടുത്ത റൗണ്ടിൽ ഇനി ഇവിടെ അങ്ങോട്ട് കട്ടയ്ക്ക് പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് 2 പേര് നിൽക്കുന്നുണ്ട്. ആ കട്ടയ്ക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി 2 പേരെയും ഒരുമിച്ച് നിർത്തുന്നില്ല എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരാൾ എൻ്റെ അടുത്തോട്ട് വരും. ആ വരുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾക്കുള്ള ഭാഗ്യം തേടിയുള്ള കാർഡ് സെലക്ട് ചെയ്യാം. ഓക്കെ, സോ ആരാദ്യം വരാൻ പോകുന്നത്? വരും. അപ്പൊ ഞാനിവിടെ ഒരു മൂവി ഡയലോഗ് കൊടുക്കും. ആ സമയത്തിനുള്ളിൽ നമുക്ക് നേരത്തെ പോലെയല്ല, സമയം കുറച്ചുകൂടി ഇരട്ടിയായിട്ടുണ്ട്. പക്ഷെ ആ ഡയലോഗ് അതിനുള്ളിൽ എത്ര വേണമെങ്കിലും ആ മൂവി ടൈറ്റിൽ ഏതാണെന്നുള്ളത് ഗസ് ചെയ്യാം. കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നേരിട്ട് ഉത്തരത്തിലോട്ട് പോവാം.
തരട്ടെ? ഓക്കെ. സോ റെഡിയാണ്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഉത്തരമില്ലാ തമ്പുരാൻ. മനുഷ്യൻ ജ്ഞാനത്തിൻ്റെ കൈലാസം കയറുമ്പോഴും അവൻ്റെ ഉള്ളിൽ ഉത്തരം കിട്ടാതെ മുഴങ്ങുന്ന ചോദ്യം. ബുദ്ധനും ശങ്കരനും അവരും തേടിയത് ഇതേ ചോദ്യത്തിന് ഉത്തരം. ഞാനാര്? കിട്ടിയോ? അവരും അറിഞ്ഞില്ല. കിട്ടണമെങ്കിൽ ഇത് കഴിഞ്ഞ് അതിനുത്തരം സമയം തേടാനുള്ള എടുക്കും. നിയോഗമാണ് പറയാം. ഓരോ മനുഷ്യരും. ഉറപ്പാണോ? ലോക്ക് ചെയ്ത് പിന്നെ മാറ്റാൻ പറ്റില്ല. നേരത്തെ കാർഡ് സ്ക്രാച്ച് ചെയ്ത പോലെയും വന്ന അങ്ങ് പോകും. 6-ാം തമ്പുരാൻ. ആരുടെ പടമാണ്? മോഹൻലാലിന്റെ പടമാണ്. അതിൽ പറഞ്ഞ ഡയലോഗാണ്. ഉറപ്പിച്ച് ലോക്ക് ചെയ്യട്ടെ? ഉറപ്പിച്ച് ലോക്ക് ചെയ്തെങ്കിൽ റൈറ്റ് ആൻസർ. അപ്പൊ എന്തായാലും ഒട്ടും മോശമില്ല. ഉത്തരങ്ങൾ കിട്ടാത്ത രീതിയിലേക്ക് നിങ്ങൾ പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. കണ്ണു വെക്കാതെ ഞങ്ങളെ സപ്പോർട്ട് പ്രോത്സാഹനം വന്നപ്പോ നമ്മുടെ നെഞ്ചത്തിന് വരുന്നല്ലേ, നല്ല കാര്യമല്ലേ ഇത്? അല്ലേ? കാരണം പലപ്പോഴും ഉത്തരങ്ങൾ കിട്ടാതെയാവാം. നിങ്ങൾ സമയത്തിനുള്ളിൽ പറയുന്നു, ഒരാൾ സമയം ഉത്തരം കിട്ടിയിട്ടും കാത്തു നിൽക്കുന്നു. കാർഡിലെ ഭാഗ്യം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അൺപ്രഡിക്റ്റബിൾ ആണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറാം. പക്ഷെ ഉത്തരങ്ങൾ പറയാന്നുള്ളത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ആ കാര്യത്തിൽ നിങ്ങൾ സമ്പൂർണ്ണ വിജയം ഇപ്പൊ പകുതി വഴിയിലെത്തി നിൽക്കുമ്പോൾ ഉണ്ട് എന്നുള്ളത് പറയാതെ വയ്യ. സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പൊ എന്തായാലും സ്ക്രാച്ച് ചെയ്യാം. അപ്പൊ എന്തായാലും അല്ലെ, മൂന്നക്കം അല്ലെ പിടിച്ചത് വിട്ടു പോവാതിരുന്നില്ല. തീർച്ചയായിട്ടും അടുത്ത അവസരത്തിലോട്ട് വരുന്ന സമയത്തും എമൗണ്ട് 750 ആണ്. ഓൾറെഡി 3000 നിന്ന് പകുതി പോയായിരുന്നു, 1500 ആയിരുന്നു. 750 കൂടി ആകുമ്പോൾ അല്ലെ വീണ്ടും 3000 എത്തിയില്ലെങ്കിലും 2000 മേലേക്ക് കിടന്നു. 2250 രൂപയായിട്ട് എത്തിയിട്ടുണ്ട്. ചെറിയ കാര്യമല്ല അല്ലെ? നമ്മൾ ഉത്തരങ്ങൾ കിട്ടുക, ഉത്തരങ്ങൾക്കൊപ്പം അതുകൂടെ എമൗണ്ട് അക്കങ്ങളായിട്ട് വരിക, അക്ഷരങ്ങളുടെ നിർഭാഗ്യം തുണയ്ക്കാതിരിക്കുക എന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. അടിപൊളി, സൂപ്പർ. യെസ്. അപ്പൊ ഈ സൈഡിലോട്ടുള്ള കാർഡുകൾ വരാതിരിക്കട്ടെ, റൈറ്റ് സൈഡിലോട്ടുള്ള കാർഡുകൾ പിന്നെയും നിങ്ങളെ തേടി വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. അവിടെ നിന്നാള് ഇനി ഇങ്ങോട്ട് വരും, ഇവിടെ നിന്നാൾ അങ്ങോട്ട് പോകും. അപ്പൊ എന്തായാലും ഇനി അവിടുത്തെ ആൾ ഇങ്ങോട്ട് വരുന്നേക്കാൾ മുമ്പ് കാർഡ് സെലക്ട് ചെയ്യാം. യെസ്. അപ്പൊ കാർഡ് വെച്ചിട്ട് കാർഡ് സെലക്ട് ചെയ്ത ആൾ ഇങ്ങോട്ട് പോയി. യെസ്. അപ്പൊ എന്തായാലും ഇനി അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ നേരത്തെ എടുത്ത ഉത്തരവാദിത്തം ഇപ്രാവശ്യം എവിടെയാണ് എടുക്കേണ്ടത്? അനുസരിച്ചാണ് എടുക്കേണ്ടത്. കറക്റ്റ് ട്രാക്കിൽ അങ്ങോട്ട് പിടിക്കണം. നമുക്ക് അവിടെ എമൗണ്ട് കൂട്ടണം. ഓക്കെ, ഐശ്വര്യമായിട്ട് വാങ്ങിക്കൂല. റെഡി ആണോ? സമയം തരട്ടെ. ഓൾ സെറ്റ്? റെഡി? നിധി, എന്റെ റിംഗ് ഐഡിയ പാളിപ്പോയി. എന്റെ സ്വപ്നം പാളിയോ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് നിധി പൊക്കോ. യെസ്, ഞാൻ കോമയിൽ കിടന്ന് അത്രയും കാലം ഒറ്റ സ്വപ്നം മാത്രമാണ് കണ്ടത്. ഞാനും എൻ്റെ സുഹൃത്ത് ജിബിൻ കുര്യാക്കോസും ആഫ്രിക്കയിൽ ഒരു സഫാരിക്ക് പോയി. കാടിൻ്റെ ഒത്ത നടുക്ക് വെച്ച് എനിക്കൊരു മൂത്രമൊഴിക്കാൻ മുട്ടി. ഒരു 115 വർഷം പഴക്കമുള്ള ഒരു മരത്തിൻ്റെ ചോട്ടിൽ നിന്നും തൃപ്തനായി മൂത്രമൊഴിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ജിബിൻ കുര്യാക്കോസും ഇല്ല, ജീപ്പുമില്ല. പകരം ഒരു കടുവാ കുഞ്ഞും അന്താളിച്ച് പകച്ച് പണ്ടാരമടങ്ങിയ നിമിഷം. ഒരു കയ്യിൽ കിട്ടിയ കാറ്റുവെള്ളി പിടിച്ച് ഞാൻ എങ്ങനെയൊക്കെയോ മരത്തിന്റെ മുകളിലേക്ക് ചേക്കേറി. നിന്നെ തളർത്തിയിരുന്ന ഞാൻ എപ്പോഴോ മയങ്ങിപ്പോയി. കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണെങ്കിൽ ആ ഡയലോഗ് വേണം റിപ്പീറ്റ് ചെയ്യാം. സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്വന്തം നാട്ടുകാരന്റെ പടമാണ്. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യണം. 5 4 3. നാട്ടുകാരെന്ന് പറയുമ്പോൾ ഗസ് ചെയ്യാനൊന്നുമില്ലേ? 2 1. ടൈംസ് അപ്പ്. നിന്ന് നാട്ടുകാരൻ പിന്നെ ആരൊക്കെ ഉണ്ട്? ഓക്കെ, യെസ്. യൂഷ്വലി കാണുന്ന ഒരു ജോൺ വിട്ടിട്ട് കണ്ടിട്ടുള്ള ഫഹദ് ഫാസിൽ സിനിമകൾ എന്ന് പറഞ്ഞ് കുറെ കൂടി കാണുന്ന ഒരു ട്രാക്ക് വിട്ടിട്ട് കുറച്ച് നീളത്തിൽ ഏതെങ്കിലും ഒരു പേരിൽ വന്നിരുന്നു? കുറച്ച് ഫൺ ട്രാക്കില് കണ്ടിട്ടില്ല. തിരക്കില് കുറച്ച് വിട്ടിട്ടില്ല. ഏതായിരുന്നു ഉത്തരം? ഓടും കുതിര, ചാടും കുതിര. കണ്ടിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല അല്ലെ? യെസ്. അല്ലെങ്കിൽ അവിടെ വന്നിട്ട് പറഞ്ഞ സിമ്പിൾ അല്ലേ അതിനൊക്കെ ഡയലോഗ് അടിച്ചേരെ അല്ലെ? കണ്ടിട്ടില്ല. യെസ്. അപ്പൊ എന്തായാലും ഒരു പാപ്പയുടെ ഒരു ഡിഫറെന്റ് ട്രാക്കിൽ വന്നിട്ടുള്ള മൂവി കൂടിയായിരുന്നു. അപ്പൊ എന്തായാലും ആദ്യമായിട്ട് 2 റൗണ്ടിലെ 4 അവസരങ്ങളിലെ ക്ലാസ്സിലെ പഠിപ്പികള് ഉത്തരം കിട്ടാതെ നിൽക്കുന്ന സമയമാണ് അല്ലെ? ഇതുവരെ ഇപ്പോഴും ഉത്തരങ്ങൾ ഉണ്ടായിരുന്നു 2 പേർക്കും. ഭാഗ്യമാണ് തുണയ്ക്കാതിരുന്നത്. ഭാഗ്യം തുണച്ചിട്ടുണ്ട്, തുണയ്ക്കാതിരുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ സ്ക്രാച്ച് ചെയ്യാൻ നിർവാഹമില്ല. അങ്ങോട്ട് പോയിട്ട് ഓക്കെ, അവിടെ നിന്നോളൂ. നിങ്ങൾക്ക് ഇനി സ്ക്രാച്ച് ചെയ്ത് കാർഡ് കിട്ടി സ്ക്രാച്ച് ചെയ്യാൻ പറ്റണില്ല എന്നുള്ള വിഷമം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഞാൻ സ്ക്രാച്ച് ചെയ്യാൻ അവസരം തരാം. ആ എമൗണ്ട് ആയിട്ട് നിന്നുള്ള രീതിയിലേക്ക്
പോവാൻ പറ്റില്ല. അതായത് നിങ്ങൾക്ക് ഈ കാർഡ് വേണ്ട, പുതിയൊരു കാർഡായിട്ട് പോവാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ക്രാച്ച് ചെയ്തിട്ട് എമൗണ്ട് എത്രയാണെന്ന് അറിയാം. അതല്ല ആ കാർഡിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കാർഡുമായി മുന്നോട്ട് പോവാം. എന്ത് വേണം? ഇരുന്നോട്ടെ അല്ലെ, ചിലപ്പോൾ വലുതായാലോ അല്ലെ, ഉറപ്പല്ലേ? അങ്ങനെ 3rd റൗണ്ട് 2 റൗണ്ട് പൂർത്തീകരിക്കുമ്പോൾ ഒരൊറ്റ ഉത്തരം മാത്രം മിസ് ചെയ്തുകൊണ്ട് 2750 രൂപയായിട്ട് നിൽക്കുകയാണ്. സോ അത് മാക്സിമം ഇരട്ടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അല്ലെ. സോ ഫൈനൽ ആപ്പിലാണ് 2 ചാൻസസ് മാത്രമാണുള്ളത്. ഇനി കംപ്ലീറ്റ്ലി നിങ്ങളിൽ മാത്രം നിൽക്കുന്ന ഗെയിമാണ്. ഞാൻ ഇതിലെ കാഴ്ചക്കാരൻ മാത്രമായിട്ട് മാറിപ്പോകുന്ന റൗണ്ട് കൂടിയാണ്. സോ റെഡി? ഓക്കെ. അപ്പൊ കാർഡ് ഇനി തരേണ്ടതില്ല. നിങ്ങൾ കഴിഞ്ഞ റൗണ്ടിലെ ഒരയ്ക്കാൻ സ്ക്രാച്ച് ചെയ്യാൻ പറ്റാത്ത കാർഡുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നമുക്ക് വഴികാട്ടിയായിട്ട് ബോർഡും ഉണ്ട്. ഓക്കെ. സോ നിങ്ങളുടെ വരയിലൂടെ ആയിരിക്കും ഉത്തരത്തിലുള്ള ക്ലൂ വരിക. സോ ആരാ ആദ്യം? ഞാൻ തന്നെ വരാം. അത് ഭയങ്കര വരയ്ക്കും തോന്നുന്നു അത്യാവശ്യം അല്ലേ? അറിയത്തില്ല. അതല്ല, അതെങ്കിൽ ഈ വര കഴിഞ്ഞ പരിപാടി കഴിഞ്ഞല്ലോ എന്നുള്ളതുകൊണ്ടാണോ? അതാണ് അങ്ങനെ ഞാൻ വിചാരിച്ചു. നമ്മൾ പറയില്ലേ ചിലപ്പോ പെട്ടെന്ന് ടീച്ചേഴ്സ് വിളിക്കുമ്പോ ബാക്കിൽ ഇറങ്ങിയിരിക്കാം ആദ്യം വിളിക്കുന്നത്. ചിലവരെ മൈൻഡ് സെറ്റ് അങ്ങനെയല്ല. ആദ്യം വിളിച്ച പരിപാടി കഴിഞ്ഞല്ലോ, പീരീഡ് മൊത്തം ടെൻഷൻ അടിച്ചിരിക്കണ്ടല്ലോ വിചാരിക്കും. ആ മൈൻഡ് സെറ്റ് ആണ്. അപ്പൊ വന്നോളൂ. അപ്പൊ തരട്ടെ? ഇങ്ങോട്ട് തിരിഞ്ഞോളൂ. കിട്ടി, പേര് കിട്ടി. ഇനി ആ പേര് അവിടെ കൂടെ കിട്ടണമെങ്കിൽ ആംഗ്യങ്ങളില്ല, വേറെ അക്കങ്ങളും അക്ഷരങ്ങളും ഒന്നും ബോർഡിൽ എഴുതാൻ പാടില്ല. വരയിലൂടെ മാത്രമായിരിക്കണം ക്ലൂ. സൈസിലേക്ക് പിടിച്ചോളൂ. റെഡി? ഓൾ സെറ്റ്? 3, 2, 1, here we go. കവി കാര്യമായിട്ട് എന്തോ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ ഉദ്ദേശത്തിന്റെ ഒപ്പം സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പകുതി സമയം ഓൾറെഡി നമുക്ക് കഴിഞ്ഞു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗസ് ചെയ്യാം. ആ ഒരു ക്ലൂ വെച്ചിട്ട് വേണമെങ്കിൽ ആ ത്രെഡിനെ ഡെവലപ്പ് ചെയ്യാം. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇല്ല. എന്തെങ്കിലും ഗസ് ചെയ്യണമെങ്കിൽ ഗസ് ചെയ്താൽ അതാണ് അല്ലേന്നൊക്കെ ചോദിച്ചു. എന്തെങ്കിലുമൊക്കെ ഒന്ന് മിണ്ടിയെ സംസാരിച്ചേ കേൾക്കട്ടെ. എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. ഇഷ്ടപ്പെട്ട സിനിമ അല്ലേ ചോദിച്ചത്? വരച്ച സിനിമ എന്തെങ്കിലും പറയും. സോ നമ്മുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ്. സോ 5, 4, 3, 2, 1. ഇതെന്താ സംഭവം? കായലാണ് ഞാൻ ഉദ്ദേശിച്ചത്. റൗണ്ടില് ചുഴി വന്ന് വിട്ടതാണോ? ഓക്കെ. ഇത് കായല് പാലം വരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ സാധാരണ രീതിയിൽ അപ്പൊ നമുക്ക് സാധാരണ രീതിയിൽ കായലിന് കുറുകയല്ല പാലം വേണ്ടേ? ഇത് പാലം കഴിഞ്ഞിട്ടാണ് കായൽ തുടങ്ങണത്. ആക്ച്വലി എന്റെ വീട് പെരുമ്പളം ദ്വീപാണ്. അപ്പൊ അത് കാണിക്കുമ്പോ മനസ്സിലാവുന്നോട്ട് പുതിയ അങ്ങനെ അറിയോ? അവിടെ വീടെന്ന് അറിയോ? ഉണ്ട്. ഓക്കെ. അത് ദ്വീപാണെന്നുള്ളത് വിചാരിക്കുക. അപ്പൊ എന്തായിരിക്കും? ദ്വീപിലൊന്ന് അതേ അറിയുള്ളൂ. ആണോ? ആണെങ്കിൽ റൈറ്റ് ആൻസർ ആയിരുന്നു. ഓക്കെ. യെസ്. ഇനി അത് അവിടെ വെച്ചോളൂ. ഞാൻ തിരികെ വന്നോളൂ. ഇനി ഈ പീരീഡ് മുഴുവൻ ടെൻഷനിലാതിരുന്നോളൂ. ഓക്കെ. ക്ലാസ് വിടുമ്പോൾ ഓടിപ്പോവാം. അപ്പൊ എന്തായാലും കാർഡ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഈ കാർഡ് പെട്ടെന്ന് വിട്ടുപോകാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വിട്ടുപോയിപ്പിക്കാൻ വേണ്ടി കളയാം. എന്ത് വേണം? കാർഡ് ഇരുന്നോട്ടെ. കാർഡുമായിട്ട് മുന്നോട്ട് പോകാം. അതില് വിശ്വാസം ഇപ്പോഴും ഉണ്ട്. സംഭവം ഇരിക്കുന്ന തന്നെയാണ് വിചാരിക്കുന്നത്. 2 റൗണ്ട് കഴിഞ്ഞു. ലാസ്റ്റ് ചാൻസ് ആണ്. റെഡി? പുതിയ കാർഡ് ഇനിയില്ല. പകരം പുതിയ ആൾ ഇവിടെ വരണം. ഓക്കെ. കണ്ട മൂവി അല്ലേ? ആണ്. Ready? Set? Go. എന്തോ ബുദ്ധിപരമായി നീക്കാന്നുള്ളത് തോന്നുന്നുണ്ട്. പക്ഷെ അത് ഒത്തിരി വാവോ അല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. ഇത് മറ്റേ ചീപ്പ് തീവണ്ടി. ഓക്കെ. അവിടെ വരയ്ക്കൂ. ഇതാ വരച്ചേമ്മ. ഇനി ബാക്കിയുള്ളവർ ആലോചിച്ചാൽ മതി ഇതല്ലേ? ഓക്കെ. നേരത്തെ ഒരു എവർഗ്രീൻ അല്ലെ സൂപ്പർ ഹിറ്റ് ചിത്രമാണ്. മലയാളത്തിന്റെ ഒപ്പം തമിഴ് കൂടെ വന്നു പോയിട്ടുള്ള സിനിമയാണ്. ആടെയൊന്നും പറയുന്നില്ല. പക്ഷെ മലയാളത്തിൽ തമിഴിന് ഭയങ്കര ബന്ധമുണ്ട് ഈ സിനിമയ്ക്ക്. ആൻഡ് ഈ പറഞ്ഞ ക്ലൂ ആയിട്ട് ബന്ധപ്പെട്ട
ഒരു മുഴുവൻ നീള ചിത്രമാണ്. കാരണം പലപ്പോഴും അത് വന്നു പോയിട്ടുണ്ടാവും അല്ലെ, ട്രെയിൻ വന്നു പോയിട്ടുണ്ടാവും. പക്ഷെ ഒരു മുഴുവൻ നീള കഥാപാത്രമായിട്ട് സിനിമയിലുള്ള കഥാപാത്രമായിട്ട് മാറിയ സിനിമ കൂടിയാണ്. സോ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യണം. സോ 5 4 ട്രിവാൻഡ്രം ലോഡ്ജ് 3 2 1. ട്രിവാൻഡ്രം ലോഡ്ജില് ട്രെയിൻ എന്താ ഭയങ്കര ക്യാരക്ടർ ആയിട്ടുള്ള ട്രെയിൻ വന്നു പോയിട്ടുള്ള സിനിമകൾ പറഞ്ഞു. 20 ഞാൻ എണ്ണിയല്ലേ എഴുതി വെച്ചേക്കാം. അതെ, ട്രെയിൻ വന്നു പോയിട്ടുള്ള സിനിമകൾ എന്തായിരിക്കും? എനിക്കത് ആ വര മനസ്സിലായില്ല. ഇല്ല, പോട്ടെ. തീവണ്ടി കിട്ടിയില്ലേ? ആ തീവണ്ടി. തീവണ്ടിയിലൂടെ മൊത്തം സിനിമ പോയിട്ടുള്ള സിനിമ പറഞ്ഞേ. തീവണ്ടിയിലൂടെ പോയേക്കുന്നത് ആ ഒന്ന് തീവണ്ടി സിനിമയുണ്ട്, ഉണ്ട്. ആ പിന്നെ മുല്ലയുണ്ട്. നമ്പർ പിന്നെ ആ വരച്ച എന്താ അറിയോ, അത് എണ്ണാൻ പറ്റില്ല എന്നുള്ളതാണ്. അവിടെ എണ്ണാണെങ്കിൽ എത്ര എണ്ണം ഉണ്ടാവും? ഒന്ന് എണ്ണിക്കേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 20. 20 ട്രെയിനും അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സിനിമ? 20 ട്രെയിനും. ആ ഇംഗ്ലീഷ് 20. ആ ഓക്കെ. അപ്പൊ എന്തായിരിക്കും? 20 ആണോ? ഇനി ഇതല്ല, ഇനി ആ സിനിമയുടെ പോസ്റ്റർ ചിലപ്പോ പണ്ടിറങ്ങിയിട്ടുണ്ടാവുമല്ലോ, കണ്ടിട്ടില്ല ആ സിനിമയുടെ പോസ്റ്റർ വരച്ചാലും അത് പറയാൻ പോയിരുന്നില്ല. ഇനി എന്തായിരിക്കും? ഇത് ക്ലാസ് എടുക്കണ പോലെയല്ലോ. ഓക്കെ, ഇനി ഒന്ന് വരച്ചേ. അവിടെ എന്താ എഴുതിയുള്ള? നമ്പർ ആ 20. ആ തീവണ്ടി. നമ്പർ 2. ഞാൻ കണ്ടിട്ടില്ല സിനിമ. ഓക്കെ. ലാലേട്ടൻ മമ്മൂക്ക ഒരുമിച്ച് സിനിമകൾ ഏതൊക്കെയാ? മലയാളം തമിഴ് കണക്ട് ചെയ്തിട്ടുള്ള സിനിമ? അയ്യോ, അങ്ങനെ ചോദിച്ചാ ഓക്കെ. ഏതെങ്കിലും ട്രെയിനിന്റെ സിനിമയുടെ പേര്? അവരിരുന്ന് പാട്ടൊക്കെ പാടുന്ന ഒരു സിനിമയുണ്ട്, പക്ഷെ സിനിമയുടെ പേര് തോണിക്കുട്ട എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ ഇന്നത്തെ വന്നിട്ടുള്ളത്. ഏതായിരുന്നു സിനിമ? നമ്പർ 20. മദ്രാസ്. കണ്ടിട്ടില്ല. ഒരു രക്ഷയില്ല. മാക്സിമം നോക്കി കൊടുക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം ക്ലൂ കൊടുത്തിട്ടുണ്ട്. നന്ദി വേണം. ഒരു പക്ഷേ നമ്മൾ പറയും ക്രിക്കറ്റിലാണെങ്കിൽ ഫസ്റ്റ് ബോൾ 6 അടിച്ചിട്ട് ബാക്കിയുള്ള ബോളുകളിലൊക്കെ വിക്കറ്റും സിംഗിളും ഓടിയ അവസ്ഥയാണ്. കാരണം തുടക്കം തന്നെ ഓൾറെഡി നിങ്ങൾക്ക് 3000 കിട്ടിയിരുന്നു. പക്ഷെ ആ തുടക്കം കിട്ടിയ എമൗണ്ട് ഗെയിം അവസാനിക്കുമ്പോൾ അത് മുഴുവനായി കിട്ടിയില്ല എന്നുള്ളതും കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കൺഗ്രാറ്റുലേഷൻസ്, കാരണം നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പോൾ ക്യാഷ് പ്രൈസിനൊപ്പം തന്നെ കുറച്ച് സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുത്തിട്ടെ. ഓക്കെ. ആരോഗ്യവും സൗന്ദര്യവും ഒരുപോലെ സംരക്ഷിക്കാൻ റോയൽ ട്രീ ഒലിവ് ഓയിലിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റാണ്. പുതുപുത്തൻ രുചിക്കൂട്ടുകൾക്ക് ഓരോ ദിവസവും കൃത്യമായിട്ടുള്ള രുചിക്കൂട്ടുകൾ നിങ്ങളുടെ പാചകത്തിൽ പകരാൻ വേണ്ടിയിട്ട് ഗുഡ് നെസ്റ്റിന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടിയാണ്. സോ കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഇതുപോലെ ഹാപ്പി ആയിട്ട് പോട്ടെ. ഞാൻ ഇതുപോലെ കുറേ ഭാഗ്യങ്ങൾ നിങ്ങളെയും തേടി വരട്ടെ. അപ്പോൾ ഇതുപോലെ പുതുപുത്തൻ ഭാഗ്യ പരീക്ഷണങ്ങളുമായിട്ട് ഇനിയും സ്ക്രാച്ച് ചെയ്യുന്ന വേദിയിൽ നമുക്ക് കണ്ടുകൂട്ടാം, പുതിയ താരങ്ങളായി, പുതിയ അതിഥികളായി. അപ്പോൾ അതുവരേക്കും